നാട് മുഴുവനും കവലകളെ മുഴുവനും പള്ളികളുടെ മുറ്റങ്ങൾ വരെ പടച്ചവനെ ഫുട്ബോൾ താരങ്ങളുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്ന കാലമാണല്ലോ. എന്തെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എവിടെയോ കിടക്കുന്നവർ, ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പടച്ചവനെ എന്തൊക്കെയാണ് യുവതലമുറ എഴുതി വെച്ചിരിക്കുന്നത്. ഫ്ലക്സ് വെക്കുന്നതൊക്കെ അതൊക്കെ എന്താ പറയാ, സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ വേണം. പക്ഷെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചത് ആ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഫ്ലക്സിലും എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ. മുത്തുനബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ വാപ്പായെ കുറിച്ച്, ജന്മം കൊടുത്ത ഉപ്പയല്ലേ, ജന്മം കൊടുത്ത ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. 10 മാസം ഗർഭം ചുമന്ന് വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മ, നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഉമ്മാനെ കുറിച്ച് ഒരു മക്കൾ ഇങ്ങനൊന്നും പറയാറില്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ കണ്ട പടച്ചറപ്പേ, അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ, അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഓരോ പള്ളികളുടെ ഫ്രണ്ടിൽ പോലും ഏറ്റവും കൂടുതൽ നീളമുള്ള ഫ്ലക്സ് വെക്കുന്നത് ആരാ? ഇപ്പൊ അവരാ മുമ്പ് ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ മത്സരിച്ച ഓരോ പള്ളിയുടെ മുമ്പിലും നിരത്തി വെച്ചിരിക്കാം. എന്തും ആകട്ടെ, കാര്യമില്ല ചെറുപ്പക്കാരാ, ഇതൊക്കെ ഈ ഓളവും ബഹളവും ഒക്കെ ഇപ്പൊ കഴിയും, ഇതൊക്കെ അങ്ങ് കഴിയും. പക്ഷെ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അല്ലാഹു നമുക്ക് ആ ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ അല്ലാഹു നമ്മളെ കൊടുത്തുമാറാകട്ടെ.